വിയോസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ശ്വേതാമസ് ആണ്. അപ്പോൾ ചതുര കണക്കുകൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ പരപ്പളവും അതുപോലെ ചുറ്റളവും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഒരു രൂപത്തിന്റെ ഒരു ഫിഗറിന്റെ ഒരു പരപ്പളവ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കിയാലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പരപ്പളവ്, ഇതിന്റെ ആകെയുള്ള പരപ്പളവ് കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ മിസ് എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? മിസ് നേരെ ഇവിടെ ഒരു വര വരയ്ക്കുകയാണ്. ഇപ്പൊ എന്തായടാ, ഇത് നമുക്കൊരു ചതുരമായിട്ട് കിട്ടിയില്ലേ? നമുക്ക് ഇവിടെ ഒരു ചതുരം കിട്ടിയില്ലേ? ഇവിടെ ഒരു ചതുരം കിട്ടി, അതിന് നമുക്ക് 1 എന്ന് കൊടുക്കാം. ഇത് രണ്ടാമത്തെ ചതുരത്തിന് 2 എന്ന് കൊടുക്കുന്നുണ്ട് മിസ്. ഇവിടെ 3 എന്ന് കൊടുക്കാം, ഇവിടെ 4 എന്ന് കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ കണ്ട ഈ ഒരു ചതുരം അല്ലേ, ഈ ഒരു ചതുരത്തിന്റെ ചുറ്റളവല്ല, പരപ്പളവ് എത്രയാണ് അഥവാ ഏരിയ എത്രയാണ് എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഏരിയ 1 എന്ന് മിസ് ഇടുന്നുണ്ട്. ഏരിയ 1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഭാഗം 5 ആണെങ്കിൽ ഈ ഭാഗം എന്തായിരിക്കും? 5 തന്നെ. ഈ ഭാഗം എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ ആകെ 5 സെന്റിമീറ്റർ ആണ്, ഇവിടെ 4 സെന്റിമീറ്റർ ആണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ 5 സെന്റിമീറ്ററും ഇവിടെ മുതൽ ഇവിടെ വരെ 4 സെന്റിമീറ്ററും ആണെങ്കിൽ ഈ ഒരു കുഞ്ഞി ഭാഗം എന്തായിരിക്കും? 5 - 4, അതായത് 1 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെയും 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് 5 × 1 which is equal to 5 ചതുരശ്ര സെന്റിമീറ്റർ അഥവാ 5 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമ്മുടെ ആദ്യത്തെ ഉത്തരം അല്ലേ. ഇനി ഏരിയ 2, രണ്ടാമത്തെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. രണ്ടാമത്തെ ഏരിയ ഇതാണ് നമ്മളുടെ ചതുരം. നമ്മുടെ ചതുരം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ചതുരത്തിൽ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയായിരിക്കും? അതേ, നമുക്ക് ഇവിടെയും തന്നിട്ടുണ്ടായിരുന്നു 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ 4 സെന്റിമീറ്റർ, ഇവിടെ 1, ഇവിടെ മുതൽ ഇവിടെ വരെ 4 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 4 × 1 അതായത് 4 സ്ക്വയർ സെന്റിമീറ്റർ, 4 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ 4 ചതുരശ്ര സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടിയില്ലേ. ഇനി ഏരിയ 3, മൂന്നാമത്തെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ 3 ആണെന്ന് തന്നിട്ടുണ്ട്, ഇവിടെ 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3 സ്ക്വയർ സെന്റിമീറ്റർ ആണ് എന്ന് ഏരിയ കിട്ടും. ഇനി നാലാമത്തെ ചതുരം നോക്കാം. ഫോർത്ത് റെക്ടാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർത്ത് റെക്ടാങ്കിളിൽ ഇവിടെ മുതൽ ഇവിടെ വരെ 4, അപ്പൊ ഇവിടെയും എന്തായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ 1, ഇവിടെ 1 അല്ലേ. അതായത് 4 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 + 4 + 3 + 4, അതായത് 5 + 4 എത്രയാണ്? 5 + 4 എന്ന് പറയുന്നത് 9 ആണ്. 9 + 3 12 ആണ്. 12 + 4 എന്ന് പറയുന്നത് 16 സ്ക്വയർ സെന്റിമീറ്റർ, അതായത് 16 ചതുരശ്ര സെന്റിമീറ്റർ ആണ് നമ്മളെ ഈ ഒരു പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.